കനത്ത ശീതക്കൊടുങ്കാറ്റിന്റെ പിടിയിലാണ് US. USന്റെ വടക്കുകിഴക്കൻ ഭാഗങ്ങളെയാണ് ശീതക്കൊടുങ്കാറ്റ് ഏറെ ബാധിച്ചത്. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് രാജ്യത്തെ ജനജീവിതം സ്തംഭിച്ചു. പല പ്രദേശങ്ങളും അതിതീവ്രമായ ശീതക്കൊടുങ്കാറ്റിന്റെ പിടിയിലാണ്. കാറ്റിന്റെ ശക്തി കുറഞ്ഞാലും ജനജീവിതം സാധാരണ നിലയിലെത്താൻ പിന്നെയും ദിവസങ്ങളോളം വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വിർജീനിയ മുതൽ മസാച്ചുസെറ്റ്സ് വരെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം മഞ്ഞ് മൂടിയിരിക്കുന്നു. തുടർന്ന് ഈ പ്രദേശങ്ങളിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെക്കോർഡ് മഞ്ഞ് വീഴ്ചയാണ് US അനുഭവപ്പെടുന്നത്. ന്യൂയോർക്ക് നഗരത്തിലെ സെൻട്രൽ പാർക്കിൽ ഞായറാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയിൽ ഏകദേശം 50 സെന്റിമീറ്റർ കനത്തിലാണ് മഞ്ഞ് വീണത്. ലോങ് ഐലൻഡിലാണ് മഞ്ഞ് വീഴ്ച ഏറ്റവും ശക്തം. 22 ഇഞ്ച് കനത്തിലാണ് ഇവിടെ മഞ്ഞ് വീണത്. ന്യൂജേഴ്സിയിൽ മാത്രം 90,000 വീടുകളിൽ വൈദ്യുതി തടസ്സപ്പെട്ടു. 10,000-ലധികം വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. ഡെലാവെയർ, മെറിലാൻഡ്, വിർജീനിയ എന്നിവിടങ്ങളിലും വീടുകളിൽ വൈദ്യുതി തടസ്സപ്പെട്ടു. US-നെ സ്തംഭിപ്പിച്ച ശീതക്കാറ്റിനെ ബോംബ് ചുഴലിക്കാറ്റ് അഥവാ ബോംബ് സൈക്ലോൺ എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. ഒരു കൊടുങ്കാറ്റിൻ്റെ കേന്ദ്രമർദ്ദം 25 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 24 മില്ലിമാർ കുറയുമ്പോഴാണ് ബോംബ് സൈക്ലോൺ രൂപപ്പെടുന്നത്. മർദ്ദം വേഗത്തിൽ കുറയുന്തോറും കൊടുങ്കാറ്റ് കൂടുതൽ അക്രമാസക്തമാകും. ദശലക്ഷക്കണക്കിന് ആളുകൾ മഞ്ഞുവീഴ്ച മൂലം വീടുകളിൽ കഴിയുകയാണ്. പുറത്തിറങ്ങരുതെന്ന് ആളുകൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാറ്റ് മഞ്ഞുവീഴ്ചയും ഗതാഗത സംവിധാനങ്ങളെ താറുമാറാക്കി. പൊതുഗതാഗത സംവിധാനങ്ങളും പലയിടത്തും നിർത്തിവെച്ചു. വിദ്യാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നില്ല. 10 വർഷത്തിനിടെ US-ലുണ്ടായ ഏറ്റവും ശക്തമായ മഞ്ഞുവീഴ്ചയാണിതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. പലയിടങ്ങളിലും 60 സെന്റിമീറ്ററിലധികം മഞ്ഞ് അടിഞ്ഞുകൂടി. റോഡ് ഐലൻഡിലെ വാർവിക് എന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തിയത്. മഞ്ഞുവീഴ്ച തുടരുന്ന പശ്ചാത്തലത്തിൽ വടക്കു കിഴക്കൻ മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനം മറ്റൊരു മഞ്ഞുവീഴ്ച കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂയോർക്ക്, ബോസ്റ്റൺ, ന്യൂജേഴ്സി വിമാനത്താവളങ്ങളെയാണ് മഞ്ഞുവീഴ്ച സാരമായി ബാധിച്ചത്. ശക്തമായ കാറ്റും കനത്ത മഞ്ഞും കാരണം മരങ്ങൾ കടപുഴകി വീണു. ഇതോടെ ഏകദേശം 4.5 ലക്ഷത്തോളം ഉപഭോക്താക്കൾ ഇരുട്ടിലായി.